നമസ്കാരം. 2026 വിഷു ഫലം. മകരം രാശി ഉത്രാടം 3-ാം പാദം, തിരുവോണം, അവിട്ടം ആദ്യപാദ നക്ഷത്രക്കാർക്ക് വ്യാപാര വ്യവസായ ബിസിനസ് രംഗത്ത് ചെറുകിട വ്യവസായമായാലും അതുപോലെ തന്നെ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാവാം. വിദ്യാഗുണമൊക്കെ വന്നുപെടാം. വിദ്യാർത്ഥികൾക്ക് ബിസിനസ്സിൽ വളർച്ചയുണ്ടാകുന്നതാണ്. ആരോഗ്യം നല്ല രീതിയിൽ ആകാനുള്ള ഒരു അവസരമൊക്കെ കാണുന്നുണ്ട്. ഇതുവരെ രോഗദുരിതങ്ങളൊക്കെ അലട്ടിയിരുന്നവർക്ക് അതൊക്കെ മാറി കുറച്ച് ആശ്വാസമൊക്കെ കൈവരിക്കാം. ഗൃഹനിർമ്മാണം പുനരാരംഭിക്കാം. വീട് പണിയാനോ വീട് പൊളിച്ചു പണിയാനോ പുതിയത് പണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കാം. വസ്തുവോ വീടോ വാഹനമൊക്കെ മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. കുടുംബത്തിലെ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ ഈ പറയുന്ന മകരം രാശിക്കാർക്ക് നടക്കുന്നതാണ്. ധനാഗമനത്തിനുള്ള സ്രോതസ്സൊക്കെ തുറന്നു വരും. നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആയിട്ട് മുന്നോട്ട് പോകുന്നതിനോടൊപ്പം ധനസ്രോതസ്സുകളൊക്കെ തുറന്നു വരുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് വേതന വർധനവ്, ശമ്പള വർധനവും ഒക്കെ പ്രതീക്ഷിക്കാം. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാകും. വിദേശത്ത് തൊഴിൽ കിട്ടാതെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മോശമായിട്ടുള്ള അവസ്ഥയുള്ളവർക്കൊക്കെ തൊഴിലുകളിലൊക്കെ പ്രവേശിക്കാം. കേസ്, കോടതി വ്യവഹാരങ്ങളിലൊക്കെ വിജയം വന്നു ചേരുന്നതാണ്. ഉദരരോഗം, നേത്രരോഗം ഇവയൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ബന്ധുക്കളിൽ നിന്ന് വേർപെട്ട് താമസിക്കേണ്ടതായിട്ടും അന്യദേശവാസം ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നു ചേരുന്നുണ്ട്. സന്താനങ്ങൾക്ക് അരിഷ്ടത ഉണ്ടാകാം. ശത്രുശല്യം, സാമ്പത്തിക ബാധ്യത വർഷമധ്യത്തിൽ ഉണ്ടാകാമെങ്കിലും നിങ്ങൾക്കതെല്ലാം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. യാത്രകൾ ക്ലേശകരമാവുകയും അതുമൂലം പണച്ചെലവും അനുഭവപ്പെടാം. ചില യാത്രകളൊക്കെ അസ്ഥാനത്താവുകയും അതുമൂലം നിങ്ങൾക്ക് പണച്ചെലവുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. മാതാവിനോ പിതാവിനോ രോഗാരിഷ്ടതകളും അധിക ചെലവുകളൊക്കെ വന്നുപെടാം. അതുകൊണ്ട് അവരുടെ ചികിത്സാ ചെലവുകളൊക്കെ നേരത്തെ കണ്ടെത്തി വയ്ക്കാം. അനാവശ്യമായിട്ടുള്ള ബാധ്യതകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗവും വന്നു ചേരുന്നുണ്ട്. പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുകയും സർക്കാർ തലത്തിൽ നിന്ന് നിങ്ങൾക്ക് ടാക്സിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർ കറക്റ്റ് സമയത്ത് ടാക്സ് ഒക്കെ അടച്ച് സർക്കാർ തലത്തിലുള്ള നടപടികളൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.